ശങ്കർ മഹാദേവൻ, ദേവന്മാരുടെ ദേവൻ, ദ ഗോഡ് ഓഫ് ഗോഡ്സ്. അതുപോലെ ചെകുത്താന്മാരുടെ ചെകുത്താൻ, ദ കിങ് ഓഫ് ദ ഡെവിൾസ്. എൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഞാൻ ഒരുത്തന്നെയും സമ്മതിക്കില്ല എൻ്റെ വക്കീലേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിയമപരമായി ആരതി വിഷ്ണുനാരായണന്റെ ഭാര്യ ആയതുകൊണ്ട് സ്വത്തുക്കളുടെ അവകാശവും അവർക്ക് തന്നെയാ. പിന്നെ മരിച്ചുപോയ ആദ്യ ഭാര്യയിൽ മക്കളില്ലാത്തോണ്ട് വേറെ അവകാശികളും ഇല്ല. ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അച്ഛന്റെ സ്വത്താണെങ്കിൽ ശങ്കറിനും അവകാശപ്പെട്ടതാ. പക്ഷേ ഇത് വിഷ്ണുനാരായണന്റെ സ്വന്തം സ്വത്താ, അത് മറക്കരുത്. എന്റെ ജ്യേഷ്ഠൻ സമ്പാദിച്ച സ്വത്ത് ആ ഉരുമ്പട്ടവൾ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് തന്റെ സമ്മതം ആർക്കു വേണം? തനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ അവളുടെ സമ്മതം വേണം. ആരതിയോടൊപ്പം നിന്ന് അവളുടെ പ്രീതി സമ്പാദിച്ച് അവർ തരുന്നത് വാങ്ങാൻ നോക്ക്. പിന്നെ സ്വത്ത് മുഴുവനും തനിക്ക് വന്ന് ചേരും അവളുടെ മരണത്തിന് ശേഷം. എങ്കിൽ ഞാൻ അവളെ കൊല്ലും. എന്നിട്ടെന്തിനാ ജയിലിൽ പോയി കിടക്കാനോ? ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഇരുമ്പഴികൾ എണ്ണിക്കിടക്കേണ്ടി വരും. അവകാശികളില്ലാത്ത സ്വത്ത് സർക്കാർ കണ്ടുകിട്ടുകയും ചെയ്യും. അല്ലാതെന്താ? കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യണം. ഇവിടെ മസിൽ പവർ അല്ല ആവശ്യം, ബുദ്ധിയാണ് ആവശ്യം. എന്നുവെച്ചാൽ ആരതി ഇല്ലാതാകണം. എങ്ങനെ? ആരതി മരിക്കണം. പക്ഷേ അതൊരു കൊലപാതകമാകരുത്. ഒരു തെളിവ് പോലുമില്ലാത്ത ഒരു നാച്ചുറൽ ഡെത്ത്. കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം. പക്ഷേ 100 കോടിയോളം വരുന്ന സ്വത്തുണ്ട് ആരതിക്ക്. ഓക്കെ, അതിൻ്റെ 1% എനിക്ക് തരണം. അതായത് 1 കോടി രൂപ. ഓക്കെ? എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട്. ഹീസ് എ പ്രൊഫഷണൽ കില്ലർ. ഒരാൾ സംശയിക്കില്ല. എ ചാമിങ് സ്മാർട്ട് ബോയ്. ആരതിയോട് ശങ്കർ കൂടുതൽ സ്നേഹം നടിക്കണം, വിശ്വാസം നേടണം. ഓക്കെ? ഇതിലെന്റെ പ്രതിഫലം 50 lakhs. നോ, 1 crore. ഓ, Agreed. Advance 25 lakhs. Done. വണ്ടി വരുന്നുണ്ടല്ലോ. ആ ശങ്കർ സാറിൻ്റെ വണ്ടിയാണല്ലോ. ആ
ഒരുപാട് കാണാമല്ലോ സാറും കൂടെ വന്നിട്ട്. തിരക്കായിരുന്നായിരിക്കും അല്ലേ? ഞങ്ങളൊക്കെ മറന്നോ? ജോലി തിരക്ക് കൊണ്ടാടോ. ഓ. 1-2 മാസമായിട്ട് ബിസിനസ് ടൂറിലായിരുന്നു. ആ. പിന്നെ കൊച്ചമ്മ ആകത്തില്ലേ? കൊച്ചമ്മ അമ്പലത്തിൽ പോയി, ഇപ്പൊ വരും. ആ, പുതിയ സർവല്ല സന്ധ്യ. ഈ അടുത്ത് വന്നാ പാവം ഒരു കൊച്ചാ, നന്നായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. തനിക്ക് സുഖമല്ലേ? അതെ, ഇതേ കൊച്ചമ്മ വന്നല്ലേ. ആ. ഞാൻ ഇന്ന് രാവിലെയും കൂടി ഓർത്തുള്ളൂ. എന്താ വരാഞ്ഞത്? തിരക്കോട് തിരക്കാ, ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ഡ്രൈവർ. എന്താ തന്റെ പേര്? ഋഷി. അയാൾക്ക് ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ആ, വരൂ. ഓക്കെ. വാണിയാ പിടിച്ച് വലിച്ച്. ആ, ഓക്കെ. പണ്ട് മുതലേ ഡ്രൈവർമാരെ താമസിച്ചോണ്ടിരുന്ന ഇവിടെയാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ സ്മോളടിയോ പരിപാടിയോ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താൻ പറ്റിയല്ല. കൊച്ചമ്മ അറിഞ്ഞ വലിയ വിഷയം. ഞാനൊന്നും ചെയ്യാറില്ല. ആ, നല്ല കാര്യം. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വരാട്ടാ. തട്ടി ഇവിടെ ഇടവില്ല, നോക്കണം. എവിടെ നോക്കിയെടുത്താ വണ്ടി ഓടിക്കുന്നേ? തന്നോട് ചോദിച്ചേ, മുഖത്ത് കണ്ണിലിടുന്ന എനിക്ക്. ഓ, എവിടെ നിന്ന് കെട്ടിയിറങ്ങിയതാണോ? ഓ, എസ്റ്റേറ്റിലെ വണ്ടിയാണല്ലോ. അപ്പൊ പുതിയ ഡ്രൈവർ ആയിരിക്കും അല്ലേ? കണ്ട മുതലാളിയാണെന്ന ഭാവം. ഓരോന്ന് ഇറങ്ങിക്കോളും. പാട്ടും പാടി ഓടി കണക്ക ഇതെന്തായാലും തറവാട്ട് സ്വത്താണോടി. ഇത് പൊതുവഴിയാ. ഇതിലൂടെ വണ്ടി ഓടിക്കാനാ സർക്കാർ ടാറിട്ടിക്കുന്നത്. കയറി അങ്ങ് മേപ്പോട്ട് പോകുന്നല്ലോടി. വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കുമ്പോ കൂടുതൽ ചിലക്കല്ലേ, വാ കീറിപ്പോവും. ഇവിടുത്തെ പെമ്പിള്ളേരെ തനിക്ക് അറിയില്ല. ഇവിടുത്തെ പെമ്പിള്ളേർക്ക് എന്താടി കൊമ്പുണ്ടാ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ കാളയ്ക്കും പോത്തിനൊക്കെയുള്ള കൊമ്പ. അധികം നിന്ന് വാചകം അടിക്കാതെ കൊച്ചു മുതലാളി വണ്ടി എടുത്തോണ്ട് പോയാട്ടെ. ഓ, ഉത്തരവ്. ആ, എന്നാ ചെല്ലാൻ നോക്ക്. ഡീ, ഇപ്പൊ മനസ്സിലായോ കൊരങ്ങ ഇവിടുത്തെ പെമ്പിള്ളേരെ പറ്റി? വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഇനിയും കിട്ടോ ഏറ്. നിന്നെ ഞാൻ എടുത്തോളാടി. യൂണിയൻ പ്രതിനിധികളുമായി സംസാരിച്ചില്ലേ? ഉവ് സംസാരിച്ചു. 2 മാസത്തിനുള്ളിൽ ശമ്പള വർധന വേണമെന്നാണ് അവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ വീണ്ടും സമരത്തിന് പോകുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. അടിക്കടി ശമ്പളം കൂട്ടി പറഞ്ഞ വാട്ട് ക്യാൻ വി ഡു? പ്രോഡക്റ്റുകളുടെ വിലയും ഒക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ ഡെയിലി കുറയുന്നു. ഇതെല്ലാം വിറ്റുകളഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാലോന്നാ ഇപ്പോഴത്തെ എന്റെ ആലോചന. ഇന്ന് 100 തൊഴിലാളികളെ ഡെയിലി വേസിന് വെച്ചിട്ടുണ്ട്. സൂപ്പർവൈസർ അവിടെ ഇല്ലേ? എംപ്ലോയീസിനെ വച്ചുകൊണ്ട് കാര്യമില്ല, നോക്കി പണി ചെയ്യിക്കണം. ശരി മാഡം. ഇന്നെന്തായാലും ഈവനിങ് ഞാൻ അവിടെ വരെ ഒന്ന് പോകാം.